ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം പുരോഗമിക്കുകയാണ്. 13 സംസ്ഥാനങ്ങളിലായി 88 മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടക്കുന്നത്. ഏറ്റവും അധികം പോളിംഗ് ത്രിപുരയിൽ രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, ഈ 88 മണ്ഡലങ്ങളിലെ നിർണായകമായ പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇന്ത്യ സഖ്യത്തിന് വളരെയധികം പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ, കേരളത്തിലടക്കം വലിയ തരത്തിലുള്ള പോളിംഗ് ഇപ്പോൾ നടക്കുകയാണ്. സമാന രീതിയിൽ തന്നെ മറ്റു മണ്ഡലങ്ങളിലും മറ്റ് 68 മണ്ഡലങ്ങളിൽ 13 സംസ്ഥാനങ്ങളിൽ 68 മണ്ഡലങ്ങളിലും വലിയ തരത്തിലുള്ള പോളിംഗ് നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ 13 സംസ്ഥാനങ്ങളിലെ 88 മണ്ഡലങ്ങളിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ തന്നെ ഇപ്പോൾ ബീഹാറിലടക്കം. കാരണം RJDയും കോൺഗ്രസും സഖ്യമായി ചേർന്ന് BJPക്കെതിരെ പോരാടുന്നു. അത്തരത്തിൽ കേരളത്തിലടക്കം വലിയ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 1 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം ത്രിപുരയിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 54.47% രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും 50% മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുടെ ഒക്കെ കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 30% മുകളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ 1 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മണ്ഡലങ്ങൾ, ഈ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ രാജ്യം ശ്രദ്ധിക്കുന്നത് മണിപ്പൂരിലെ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ ആകാംക്ഷ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം എങ്ങനെയുണ്ട്, അവിടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം രാജ്യം ഇന്ന് രാവിലെ തന്നെ വിവിധ മതമേലധ്യക്ഷന്മാർ മണിപ്പൂർ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലടക്കം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുകയും ചെയ്തു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ മൗനമടക്കമുള്ള വിഷയങ്ങൾ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും മണിപ്പൂരിലെ പോളിംഗിനെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കേരളത്തിലെ ജനതയ്ക്കുമുണ്ട്. സിജു, തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കൊക്കെ ശേഷമാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടന്നിരിക്കുന്നത്. ഈ പ്രചരണങ്ങളൊക്കെ നടത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിഞ്ഞു നോക്കാത്ത ഒരു സംസ്ഥാനം തന്നെയാണ് മണിപ്പൂർ. എന്തായാലും കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ മണിപ്പൂരിലെ 2 മണ്ഡലങ്ങളിലും, അതായത് ഇന്നർ മണിപ്പൂരിലും അതുപോലെ തന്നെ ഔട്ടർ മണിപ്പൂരിലെ ഏതാനും മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്നിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ബാക്കിയുള്ള ഔട്ടർ മണിപ്പൂരിലെ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഏകദേശം 13 മണ്ഡലങ്ങളിലാണ് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മണിപ്പൂരിൽ ഇപ്പോൾ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളായിരുന്നു ഇന്നർ മണിപ്പൂരിൽ അരങ്ങേറിയത്. അതായത് ബൂത്ത് പിടുത്തം, അതുപോലെ തന്നെ ഈ ബൂത്ത് പിടിക്കാൻ വരുന്നവർക്കെതിരെ പോലീസ് വെടിവെക്കുന്നു, നിരവധി പേർക്ക് സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേൽക്കുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മണിപ്പൂരിലെ ഈ ഔട്ടർ മണിപ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ നിലവിൽ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ബാക്കി 68 മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ നൽകിയത്. മണിപ്പൂരിലെ 13 മണ്ഡലങ്ങളിലും വോട്ടിംഗ് സമാധാനപരമായി നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജിൽബി റിപ്പോർട്ട് ചെയ്തത്.